അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി പാർട്ടാണ് ഗൈസ് ഇത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അങ്ങനെ ഞങ്ങൾ തോട് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് തോട്. ഇത് നമ്മുടെ പാലമാണ് ആദ്യം കണ്ടത്. ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ തോട് പോകുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. നയിക്കുന്നതുകൊണ്ട് എനിക്ക് ഹൈറ്റ് നല്ല പേടിയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഇവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ, ഇതാണ് മൂക്കുന്നിമല ഗൈസ്. നിങ്ങൾക്കറിയാമോ മൂക്കുന്നിമല എവിടെയും കേട്ടിട്ടുണ്ടോ? എങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ മൂക്കുന്നിമലയും കണ്ടേ കുറച്ച് നേരം വീഡിയോസ് എടുത്തിട്ട് മാങ്ങയുടെ ഭംഗി നോക്കി നടക്കുകയാണ് ഗൈസ്. അങ്ങനെ റോഡിൽ നടന്നപ്പോൾ അതാ നമ്മുടെ നാടിൻ്റെ പേര് എഴുതി വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോർഡിൻ്റെ ഭംഗി ആസ്വദിച്ച് വന്നതിന് ശേഷം നേരെ പോയത് കടയിലാണ് കേട്ടോ. കടയിൽ പോയി 2 സിപ്പവും വാങ്ങിച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വഴി, ഇത് ഞങ്ങളുടെ അമ്പലമാണ്, തമ്പുരാൻ ക്ഷേത്രം. പിന്നെ വരുന്ന വഴിക്ക് കണ്ടതാണ് മൾബറി. പിന്നെ മൾബറി കണ്ടാൽ മൾബറി പറിക്കാതെ വിടുവോ? അങ്ങനെ കുറച്ച് മൾബറിയും പറിച്ച്. അപ്പോൾ മൾബറി കഴിക്കണമെങ്കിൽ ഇനി കയ്യിരിക്കുന്ന സിപ്പപ്പ് കഴിക്കണമല്ലോ. അങ്ങനെ സിപ്പപ്പ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ മൾബറി കഴിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം കണ്ടത്, എൻ്റെ കയ്യിൽ മൊത്തവും മൾബറിക്കായുടെ കറയായിട്ടുണ്ട്. അതൊന്നും സാരമില്ല, തിന്നാൻ കിട്ടിയ പിന്നെ വേറെ എന്ത് വേണം ഗൈസ് നമുക്ക്. അങ്ങനെ വരുന്ന വഴിക്ക് കണ്ടതാണ് ഈ ചെറിക്ക. അപ്പൊ കല്ലു എന്നോട് പറയാ, ചേച്ചി അത് പറിക്കല്ലേ, അത് ഫുള്ള് പച്ചയാണ്, അത് തിന്ന വയറ് കേടാവും, പല്ല് ഫുള്ള് കറയാവുമെന്ന്. പിന്നെ അവള് പറഞ്ഞതല്ലേ, അതങ്ങ് വെട്ടിയിട്ട് നമ്മൾ മൾബറിയും കഴിച്ച് നേരെ വീട്ടിലെത്തി. ആവശ്യിക്കുന്ന മൾബറി കൊടുത്തു. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അങ്ങനെ അതും കഴിച്ച് ഞാൻ നേരെ മാങ്ങ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ മാങ്ങ കാണിച്ചു കൊടുത്തപ്പോൾ ആകെ ഭയങ്കര ഹാപ്പി. അവൾ പറഞ്ഞാൽ നമുക്ക് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അടുത്ത തത്രപ്പാടിലായിരുന്നു. മാങ്ങ നന്നായിട്ട് കീറിയിട്ട് അതിനകത്ത് ഉപ്പും മുളകും കൂടെ വെച്ചിട്ട് മാങ്ങ തല്ലി കഴിക്കുമല്ലോ, അങ്ങനെ ചെയ്യാന്ന്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ അതങ്ങ് പാളിപ്പോയി, അത് നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വെളിച്ചെണ്ണയിൽ ഉപ്പും മുളകും കൂടെ കുഴച്ചിട്ട് മാങ്ങ ഫുൾ അങ്ങ് പുരട്ടിയെടുത്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തു. എന്നിട്ട് നേരെ ഒരു തോർത്തിലേക്ക് മാങ്ങയും വെച്ചിട്ട് അങ്ങോട്ട് മാറി തല്ലി തന്നെ. ഞാനും എൻ്റെ കസിൻസ് കല്ലും വാവച്ചി എല്ലാവരും കൂടെ മാറി നന്നായിട്ട് അതിനെ തല്ലിക്കൊന്നു ഗൈസ്, അങ്ങനെ വേണം പറയാം. അങ്ങനെ ഒരു നീണ്ട കാട്ടിക്കുട്ടലിന് ശേഷം നമ്മുടെ മാങ്ങ ചതച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പറയാൻ വയ്യൻ്റെ പൊന്നോ, ഒടുക്കത്തെ പുളിയായിരുന്നു കേട്ടോ സംഭവം. നമ്മൾ പുരട്ടിയ മുളക് പൊടി ഉപ്പൊന്നും അതിന് പാകമായിരുന്നില്ല, കുറച്ചുകൂടെ വേണമായിരുന്നു. എന്നിട്ട് എൻ്റെ ആക്രാന്ത സഹിക്കാതെ ഞാൻ എടുത്ത് കഴിച്ചു. പൊളിച്ച് പുകഞ്ഞങ്ങ് കയറി. ഈ പെണ്ണിനിതാ പുളിയും എരിവും എന്നൊരു ബാധകമല്ലെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ആ മാങ്ങയും കൊണ്ടുപോയി നേരെ കുറച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പിന്നെ നന്നായിട്ട് കുഴച്ചൊന്ന് കഴിച്ച്. എന്നിട്ട് അതിൻ്റെ പുളിപ്പിന് ഒരു മാറ്റവും ഇല്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ബൈ, ടാറ്റാ, ബൈ, സീ യു.